ന്യൂ ജനറേഷൻ മുഴുവനും ഇന്ന് പഴുകിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 2K കിഡ്സ് ക്രൂരന്മാരായ അതിക്രൂരന്മാരായ കുട്ടികളായി ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനെതിരായി ഒരു ചുണക്കുട്ടൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മളെ ചിന്തിപ്പിച്ചിരിക്കുന്നത്. അത് ശരിക്കും ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ലേ പൗർണമി? തീർച്ചയായും. അതായത് ഒരു മാധ്യമത്തിന് അസീൽ എന്ന് പേരുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു ആൺകുട്ടി അവതാരക ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ഞെട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു കുട്ടിയിൽ നിന്ന് അത് കേട്ടപ്പോൾ തീർച്ചയായും അത് ചിന്തിക്കേണ്ടതല്ലേ, ഇവനെ പോലെയുള്ള ആളുകളല്ലേ ഈ സമൂഹത്തിന് ആവശ്യം എന്ന് പോലും തോന്നിപ്പോയി. കാരണം ആ കുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മളെല്ലാവരും കുറ്റം പറയുന്നു ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ, ഈ 2000 അല്ലെങ്കിൽ 2K കിഡ്സിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവൻ ചോദിക്കുന്ന ചോദ്യം കുട്ടികളുടെ കുഴപ്പമാണോ? അതായത് കാലം മാറുന്നു, കാലഘട്ടങ്ങൾ മാറുന്നു, ആളുകൾ മാറുന്നു, രീതികൾ മാറുന്നു, ടെക്നോളജീസ് മാറുന്നു, ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10-20 വർഷം മുൻപുള്ള സിലബസ് തന്നെയാണ്. അതിൽ മാറ്റം കൊണ്ടുവരാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എവിടെ നിന്നാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? സ്കൂളിൽ നിന്ന് തന്നെയല്ലേ ഇതിൻ്റെ എല്ലാം തുടക്കം ഉണ്ടാവേണ്ടത്? തീർച്ചയായും ഒരു സിനിമ കാണുമ്പോൾ ഇപ്പോൾ ക്രൈം സിനിമകൾ കൂടുതലാവുന്നു. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് സിനിമ മാത്രമാണ്. തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ടെലിവിഷനിലോ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയുടെ കഥ മനസ്സിലെടുത്ത് വെക്കാതെ അത് അവിടെ തീർത്തേക്കണം. അത് വെറും സിനിമയാണ്, അത് കഥയാണ്, ജീവിതമല്ല എന്ന ഒരു ധാരണ കുട്ടികൾക്ക് എവിടെ നിന്ന് കൊടുക്കണം? സ്കൂളുകളിൽ നിന്ന് കൊടുക്കണം. അതാണ് ആ കുട്ടിയും പറയുന്നത്. അതായത് സിലബസ് ചേഞ്ച് ചെയ്യണം, ആവശ്യമുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. അവനൊരു ഇപ്പം ഒരുപാട് ബിൽഡിങ്സ് കെട്ടിപ്പൊങ്ങുന്നു, ഇവർ കളിക്കളങ്ങൾ ഒരുങ്ങണം, കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കരുത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ഈ മൊബൈൽ ഉപയോഗിക്കേണ്ടാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞ് അവരെ ധരിപ്പിക്കണം. ഇവർക്ക് കളിക്കാനുള്ള അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കളിക്കളങ്ങൾ എവിടെ പോയി? അല്ലെങ്കിൽ ഫീസ് കൊടുത്ത് പൈസ കൊടുത്ത് ഈ ടർഫ് പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അത് മാത്രം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ കളിക്കേണ്ട സ്ഥലം തേടിപ്പോയി അതിനൊരു മറുപടി കൊടുക്കേണ്ടി വരുമ്പോൾ ഉത്തരം മുട്ടിപ്പോവും. അല്ലെങ്കിൽ ഇടങ്ങൾ, ഏറ്റവും കുട്ടികൾക്ക് പഠിക്കാനും എഴുതാനുമുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ സ്കൂളുകൾ ഒരുക്കി കൊടുക്കണം. അത്തരത്തിലുള്ള എത്ര ഇടങ്ങൾ നമ്മുടെ ഒരു സമൂഹത്തിൽ എത്ര ഇടങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആകുമ്പോൾ ഒരു കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ടും മനുഷ്യരോട് സഹതാപം ഉള്ളവരും സഹാനുഭൂതി ഉള്ളവരും സ്വന്തം ജീവിതത്തോട് ഒരു കാഴ്ചപ്പാടുള്ളവരുമായി തനിയെ മാറുമെന്നാണ് ആ കുട്ടി പറയുന്നത്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവൻ ചോദിച്ച ആ വാക്കുകളുടെ ആ ഒരു ചടുലതയിൽ എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ട്. ഒരിക്കലും കുട്ടികൾ അറിഞ്ഞുകൊണ്ട് ജനിച്ചു വീഴുമ്പോഴേ ഒരു കുട്ടിയും ക്രൂരന്മാരായിട്ടോ അല്ലെങ്കിൽ കൊലപാതകികളായിട്ടോ അല്ല ജനിച്ചു വീഴുന്നത്. അവൻ്റെ സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെ ആവുന്നതാണെങ്കിൽ ആ സാഹചര്യം അങ്ങനെ ആക്കി തീർക്കാനുള്ള പങ്ക് സമൂഹത്തിനുമില്ലേ എന്ന ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്, അല്ലേ ശരി? അതെ. കാരണം അവൻ ചോദിച്ച കുറേ ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ ഉമ്മയെ കുത്തിക്കൊല്ലുന്ന, അച്ഛനെ വെട്ടിക്കൊല്ലുന്ന, പീസാക്കി കൊല്ലുന്ന കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് അവരുടെ പിന്നിൽ നിൽക്കുന്ന ആൾ. അവരാരും ജനിക്കുമ്പോഴേ കുറ്റവാളികളായിട്ടല്ല ജനിക്കുന്നത്, ജനിക്കുമ്പോഴേ മയക്കുമരുന്ന് അടിച്ചല്ല, ജനിക്കുമ്പോഴേ കള്ളന്മാരായിട്ടല്ല. സാധാരണ എന്താ പറയുക, ദൈവത്തിന്റെ മാലാഖമാരെ പോലെ തന്നെയാണ് അവർ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇതിന് ചുറ്റും വേലികെട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും അവരെ ഇങ്ങനെ ഒരു സൈക്കോപാത്തുകളാക്കി മാറ്റുന്നതെന്ന് ആ കുഞ്ഞ് ചോദിക്കാതെ, ആ പയ്യൻ ചോദിക്കുകയാണ്. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, 10-20 വർഷമായിട്ട് നമ്മുടെ സിലബസിന് എന്ത് മാറ്റമാണുള്ളത്? ശരിയല്ലേ അവൻ ചോദിക്കുന്നത്? നമ്മുടെ അധ്യാപകർക്ക് എന്ത് ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ എനിക്ക് തെറിയേക്കാം, എങ്കിലും ഞാൻ ചോദിച്ചു എന്ത് വിവരമാണ് ഇന്നത്തെ അധ്യാപകർക്കുള്ളത്? ഒരു GK ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അധ്യാപകർ? പണ്ട് നമ്മുടെ വിജ്ഞാന കോശങ്ങളായിരുന്നു. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വിജ്ഞാന കോശങ്ങളാണ്. അന്നൊരു വിക്കിപീഡിയ ഇല്ല, നമുക്കിന്ന് വിക്കിപീഡിയ ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും അധ്യാപകർക്ക് എത്ര പേർക്ക് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നെറ്റിൽ നോക്കാതെ കൃത്യമായ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും? അത് സാധിക്കുന്നിടത്താണ് അവിടെ വിജയം എന്ന് പറയുന്നത്. കാരണം നല്ല അധ്യാപകരെ ആദ്യം വാർത്തെടുക്കുക, നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം മുട്ടിപ്പോവുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് കളിസ്ഥലങ്ങളില്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ ആൾക്കാരില്ല, ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ അധ്യാപകരില്ല. ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ. ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ അവര് മാറി. ശരിയാണ്, 2K കിഡ്സും ഈ പറയുന്ന പോലെ ആൽഫ കിഡ്സും ഒക്കെ മാറി. അവരുടെ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ പ്രകാശം പോലെ തന്നെ അല്ലെങ്കിൽ വളരെ സുതാര്യമാണ് അവരുടെ മാറ്റങ്ങൾ. പക്ഷെ നമ്മൾ മാറിയില്ല.
അതാണ് അവിടുത്തെ പോയിന്റ്. നമ്മൾ അവരോടൊപ്പം മാറാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ അനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് ശരിയാണ്. അവർക്ക് നമ്മൾ മൊബൈൽ കൊടുത്തു, പക്ഷെ മൊബൈൽ കൊടുത്തപ്പോൾ നമ്മൾ ചിന്തിച്ചില്ല അവരുടെ അതിനകത്തുള്ള പോൺ സൈറ്റുകളും അവർ കാണാൻ പാടില്ലാത്ത സൈറ്റുകളും നമ്മൾ ബാൻ ചെയ്യാൻ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. മറിച്ച് അമേരിക്കയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിന് ആവശ്യത്തിന് ഫോൺ കൊടുക്കുമ്പോൾ അവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത സൈറ്റുകളെല്ലാം ബാൻ ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. നമ്മളത് ചിന്തിച്ചില്ല. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് പലതും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളോട് ആ പയ്യൻ എന്നത് പറയുന്നത് നമ്മൾ ധാർഷ്ട്യത്തോടെ അല്ല കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത്, മറിച്ച് ആ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളാവണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിൽ ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ അവരെ നമ്മൾ ഇന്നും അല്ലെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അധ്യാപകൻ അന്ത ടോപ്പിൽ നിൽക്കാറ്. ആ ടോപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നും അവരോട് സംസാരിക്കും. നമ്മൾ അവരുടെ താഴേക്ക് ഇറങ്ങി വരണം, അവരോടൊപ്പം നിന്ന് അവരുടെ ഹൃദയം അറിഞ്ഞ് സംസാരിക്കണം. ശരിയാണ്, ആ പയ്യൻ ചോദിച്ചത് തെറ്റുണ്ടോ? ഇന്ന് പ്രളയമുണ്ടായപ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് അവരാണ്. വഴിയിലൊരുത്തൻ വയ്യാതെ കിടന്നാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത 3 കോടി 4 കോടി 20 കോടിയൊക്കെ മുടക്കി രോഗങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ അതിനെല്ലാം സഹായങ്ങൾ എത്തിക്കുന്നത് ഇന്നത്തെ 2K കിഡ്സ് ആണ്, ആൽഫ കിഡ്സ് ആണ്. നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ വയ്യാതെ പരിക്ക് പറ്റിയ റോഡിൽ കിടന്നാൽ അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2K കിഡ്സ് അടിപൊളിയും. എന്തെങ്കിലും മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ മോശക്കാരുമാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതായത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതികൾ മാറേണ്ടടുത്ത് മാറിയില്ലെങ്കിൽ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേരൻസിനും ഉണ്ട് പങ്ക്, തീർച്ചയായിട്ടും പേരൻസിന് പങ്കുണ്ട്, സ്കൂളുകൾക്ക് പങ്കുണ്ട്. ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശരിക്കും എല്ലാവരും തന്നെ ഒന്ന് കാണേണ്ടതാണ്. ഇപ്പം അവൻ ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? ശരി മാത്രമേ ഉള്ളൂ അവൻ ചോദിക്കുക. കാരണം ഇന്ന് ഒരു കുട്ടിയുടെ ഒരു റീല് ഞാൻ യാദൃശ്യമായിട്ട് കണ്ടതാണ്. ഒരു പെൺകുട്ടിയാണ്, അവൾ പറയുന്നൊരു ചോദ്യം, ഞങ്ങൾക്ക് ശരിയാണ്, ഞങ്ങൾക്ക് വേണ്ടി അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നു, ജോലിക്ക് വന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ മാത്രം മതി. അതാണ് ലോകത്ത് ഒരു ടീനേജറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് ഇന്നത്തെ കാലത്തത്. കാരണം നമ്മുടെ സമയം ടീനേജർ ആയിക്കോട്ടെ, ഒരു 8 വയസ്സ് തൊട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് പാരൻസിന്റെ ഒരു എന്താ പറയുന്നതിന് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു കേൾവി ജസ്റ്റ് കേട്ടിരുന്നാൽ മതി നമ്മൾ അവരെ. ആ ഒരു കേൾവി ഇല്ലായ്മയാണ് ഇന്ന് പല കുട്ടികളും മൊബൈൽ ഫോണിൽ തോണ്ടി നമ്മൾ ബസ് സ്റ്റാൻഡിൽ ശ്രദ്ധിച്ചാൽ, സ്കൂളുകളിൽ ശ്രദ്ധിച്ചാൽ, ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചാൽ, അമ്മയോടോ അപ്പനോടോ സഹോദരനോടോ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫോണുണ്ട്. ഹോട്ടലിൽ കഴിക്കാനിരിക്കുമ്പോൾ പോലും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കിന്നുള്ളത്. എന്തുകൊണ്ടാണ്? അവര് കഴിക്കാനിരിക്കുമ്പോൾ അച്ഛാ ആ കറി കൊള്ളാം കേട്ടോ, അച്ഛാ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറണം എന്നൊരു വാക്ക് പറയാതെ അവരത് ആ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാം റീലാക്കാനാണ് നോക്കുന്നത്. കാരണം അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യക്കുറവ് വരുന്നത്? അവർ 1 വയസ്സോട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? 2 വയസ്സോട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഒരു പ്രായം കഴിയുമ്പോഴാണ് അവരെ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും അവർ കാണുന്ന കാഴ്ച അവരുടെ അച്ഛനും അമ്മയും 2 വർഷങ്ങളിൽ ഇരുന്നുകൊണ്ട് ഫോണിലാണ് എല്ലാ നേരവും. അവരോടൊന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും കടിച്ചു കീറാൻ ചെല്ലും. ഈ പലപ്പോഴും നമുക്ക് നമ്മുടെ കാര്യത്തിൽ പോലും തോന്നി അങ്ങനെ അത് പാടില്ലായിരുന്നു, അവളോടൊന്ന് സംസാരിക്കാം, അവനോടൊന്ന് അങ്ങനെയുള്ള സംസാര ഇല്ലായ്മയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഇപ്പോൾ അധ്യാപകരുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയം അറിയുന്ന, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്ന എത്ര അധ്യാപകരുണ്ട്. ഇന്ന് അധ്യാപകർ കുഞ്ഞുങ്ങളെ പേടിക്കാനുള്ള കാരണം ഉണ്ടാക്കിയത് പോലും ഈ അധ്യാപകർ തന്നെയാണ്. പല നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കുഞ്ഞുങ്ങളുടെ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളുടെ ബുക്കുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിച്ച് ഇതൊക്കെ ആരോട് ചോദിച്ചാൽ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ പാഠ്യേതര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്? അവരെ വഴക്ക് പറയാൻ പാടില്ല അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ വഴക്ക് പറയുന്ന അധ്യാപകരുണ്ട്. അപ്പൊ അധ്യാപകർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത്. എങ്ങനെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാം, എങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വഴക്ക് പറയാം, സ്നേഹത്തോടെ ശാസിക്കാം. പണ്ടത്തെ രീതി മാറി. പണ്ട് ശരിയാണ്, ക്ലാസിന്റെ വാതിക്കൽ നിന്ന് 5 അടി നീളമുള്ള ചൂരിൽ കൊണ്ട് അടിക്കുന്ന അധ്യാപകരുടെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ആ അടി മേടിച്ചതല്ലാതെ ആ അധ്യാപകരെ തിരിച്ചു തള്ള ഒരു മനസ്സോ വൈരാഗ്യമോ ആ കുട്ടികൾക്കില്ല. കാരണം ജനറേഷൻ അതായിരുന്നു. പക്ഷെ ജനറേഷൻ മാറി. പക്ഷെ അധ്യാപകരുടെ രീതി, സ്കൂളിന്റെ രീതി, പാരന്റ്സിന്റെ രീതി മാറിയില്ല, അല്ലെങ്കിൽ പതുക്കെ മാറുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓൾ ഓഫ് എ സഡൻ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഈ പറയുന്ന ബുക്ക് ബാഗ് ഒന്നും പരിശോധിക്കേണ്ടെന്ന് നിയമം വരുമ്പോൾ സ്നേഹത്തോടെ ഒരു അധ്യാപകർ കാണാ നിന്റെ ബാഗിൽ എന്തോ ഞാനൊന്ന് കാണട്ടെ എന്ന് അപ്പോൾ യാദൃശ്യമായിട്ട് കാണും, എന്തുവാ കുഞ്ഞ് നീ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ അവർക്കും പരിശീലനം കൊടുക്കാം. അധ്യാപകർക്ക് എങ്ങനെ ഒരു കുഞ്ഞിന്റെ ഭീഷണിപ്പെടുത്താതെ അല്ലെങ്കിൽ ഭയപ്പെടുത്താതെ ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ ബാഗിനുള്ളിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് കൗതുകരമായ രീതിയിൽ ആ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാം. ഈ ഒരു പരിശീലനം അധ്യാപകർക്ക് എവിടെ കിട്ടുന്നുണ്ട്? BEd M.Ed UGC ഒക്കെ പഠിച്ചിറങ്ങുന്ന അധ്യാപകർക്ക് എവിടെയാണ് കുഞ്ഞുങ്ങളെ യഥാർത്ഥമായ രീതിയിൽ വളർത്തിയെടുക്കേണ്ടതെന്നൊരു പാഠ്യപദ്ധതി ഏത് സിലബസിലാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്?
അവരെങ്ങനെയെങ്കിലും വളർന്നോട്ടെ. മുൻകാലങ്ങളിൽ ചെയ്ത അധ്യാപകർ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്ത പേരൻസ് ചെയ്ത കാര്യങ്ങളാണ് അവരിപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെവലപ്പ് ചെയ്തെടുത്ത ക്രിയേറ്റീവായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയും ഇന്നും നമ്മുടെ സിലബസിലുള്ളത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായും. നമ്മളിപ്പോൾ സിനിമകളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ആ കുട്ടി തന്നെ പറയുന്നു, സിനിമകൾ അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകൾ, ക്രൈംസ്, ഇതെല്ലാം ഇപ്പോഴത്തെ സിനിമകളിലുണ്ട്, മുൻപ് ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കളഞ്ഞിട്ട് വരണം എന്നുള്ളൊരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ നോളജ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ശാരിക ഇത്രയും കാര്യങ്ങൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയാണ്. ആ സിനിമയുടെ പേര് സമൃദ്ധ സുനിലും പൃഥ്വിരാജും ഉള്ളൊരു സിനിമയിൽ ഇതുപോലെ ആ കുട്ടി ആദ്യം വരുമ്പോൾ സ്മാഷിനെ ഇഷ്ടമല്ല ഒരു ഗവൺമെന്റ് വണ്ണാമല, ഓർമ്മയുണ്ടോ ആ സിനിമ? ആ സിനിമയുടെ ആ പൃഥ്വിരാജ് എൻട്രൻസ് മുതൽ അധ്യാപകനായിട്ടുള്ള ആ എൻട്രൻസ് മുതൽ ആ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല, വിരോധമാണ്, ആരും പഠിക്കാൻ തയ്യാറല്ല. വർഷങ്ങളായിട്ട് ആ സ്കൂള് ഒത്തിരി ഡൗൺ ആയിട്ട് കിടക്കുന്ന സ്കൂളാണ്. പക്ഷെ അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഒരു വലിയ മാറ്റമാണ് ആ ഒരു വ്യക്തിയിൽ നിന്ന് ആ സ്കൂളിനും ആ സ്കൂളിലെ കുട്ടികൾക്കും ഉണ്ടായത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബാഗ് പരിശോധനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളടക്കം. അപ്പോൾ അങ്ങനെ നല്ല മെസ്സേജുകൾ തരുന്ന ചിത്രങ്ങളും സമൂഹത്തിന് ഈ ഒരു വിഭാഗം സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മോശം കാര്യങ്ങളെ ആ രീതിയിൽ കാണണമെന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉണ്ട്. കാരണം കാലം മാറി. മുൻപ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ പേരൻസും ഒന്നും സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണിക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും ടി വിയിൽ വന്ന ഏതെങ്കിലും ഒരു സിനിമ ഒരാഴ്ചയിൽ ഒന്നുമെല്ലാം കാണുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആഴ്ചയിൽ ഇറങ്ങുന്ന സിനിമകൾ 1, 2, 3 തവണ തിയേറ്ററിൽ പോയി ബാക്കിയുള്ള സമയം നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ കാണാനുള്ള. അപ്പം എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും ഓരോ തലങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ വാഗൊണ്ട് മാത്രം പറയുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാതെ അതിന് വേണ്ട ചേഞ്ചസ് ഏത് രീതിയിലാണോ ചെയ്തു കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ് വരും. അപ്പം ഈ ഒരു ക്രൂരകൃത്യങ്ങളൊക്കെ അങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലാതൊന്നും ഇത് കുറയാൻ പോകുന്നില്ല. കൂടുന്നതല്ലാതെ കുറയണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കുക മാത്രമേ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ. കുഞ്ഞുമക്കള് സ്വർണം പോലെയാണ്, അവരെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിനുക്കിയെടുക്കാം. അത് ആ ഒരു ഓർമ്മ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനും അതോടെ നമ്മുടെ അധ്യാപകർക്കും ഉണ്ടായാൽ അവർ സ്വർണം പോലെ തിളങ്ങും എക്കാലവും.